ഹലോ നമസ്കാരം. ബ്രൊക്കോളി മഷ്റൂം ഒക്കെ ചേർത്ത് വളരെ ഹെൽത്തി ഈസി ആയിട്ടുള്ള ഒരു സൂപ്പാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഒരുപക്ഷെ നിങ്ങൾ പലരും മുമ്പ് ഇതിൽ ചെയ്ത് നോക്കിയിട്ടുണ്ടാവാം, എന്നാലും ഒന്നുകൂടെയൊക്കെ ഒന്ന് കണ്ടോ. അപ്പോൾ നമ്മുടെ ഈ സൂപ്പ് നിർമ്മാണത്തിൻ്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് ബ്രൊക്കോളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് കുറച്ച് വെള്ളത്തിൽ ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ചേർത്ത് അതൊന്ന് മാറ്റി വയ്ക്കുക കേട്ടോ. അല്ലെ കൃമികീടങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ മഷ്റൂമും തൊലി കളഞ്ഞ് നാലായിട്ട് മുറിച്ച് മറ്റൊരു പാത്രത്തിൽ ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് വെള്ളത്തിലിട്ട് വയ്ക്കുക. രണ്ടിൻ്റെ ഉദ്ദേശം ഒന്ന് തന്നെയാണ്. ആവശ്യമുള്ള അത്യാവശ്യം കൃമികീടങ്ങളൊക്കെ പോയി ശേഷം എന്താണ് ചെയ്യുക, ഒരു 3-4 വെളുത്തുള്ളി എടുക്കുക, കുനുകുനെ അരിയുക, ഒരു കുഞ്ഞു സവാള എടുക്കുക, അതും ഇങ്ങനെ കുനുകുനെ അരിഞ്ഞ് വയ്ക്കുക. ബ്രൊക്കോളി എടുത്തിട്ട് പിന്നെ രണ്ടാമത് കുറച്ച് ചൂടുവെള്ളത്തിലൊന്ന് വേവിക്കുക, ഉപ്പൊക്കെ ചേർത്തൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഈ വേവിച്ചെടുത്ത ബ്രൊക്കോളിയും ഒരു 5-6 അണ്ടിപ്പരിപ്പും ഒക്കെ മിക്സിയിലിട്ടൊന്ന് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക. ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് നെയ്യൊക്കെ ഇട്ട് ഈ വെളുത്തുള്ളിയും സവാളയും നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂമും ഗ്രാമ്പൂ പട്ട നിങ്ങളുടെ കയ്യിലുള്ള അത്യാവശ്യം കടുപിട സാധനങ്ങളെല്ലാം കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കുക. വരണ്ട് വരുമ്പോൾ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും ബ്രൊക്കോളിയും ചേർന്ന് ആ ഒരു കൊഴുത്ത മിശ്രിതം ചേർത്ത് 1-2 തിള വരുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അവസാനം 1 സ്പൂൺ നെയ്യൊഴിച്ച് വാങ്ങി ചൂടോടെ അങ്ങ് ഉപയോഗിക്കട്ടെ. സൂപ്പർ സാധനമാണ്. ചുമ്മാ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയോ, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബ്രൊക്കോളി മഷ്റൂം സൂപ്പ് സംഭവം വളരെ ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്.